ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. ഉസ്മാൻ കേസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം. നമ്മൾ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. നമ്മൾ പ്രാവിൻ്റെ കൂട് ഉണ്ടാക്കണം. കുറച്ച് എഗ്ഗ്, നമ്മൾ പ്രാവിൻ്റെ എഗ്ഗ് കുറച്ച് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കൂട് ഉണ്ടാക്കണതും, പിന്നെ അതുപോലെ നമ്മൾ ഇതിന് ഒരു 4 ദിവസം മുമ്പ് നമ്മൾ വിത്ത് നട്ടിരുന്നില്ലേ, കൃഷി സംബന്ധമായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്ത് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോയിൽ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. എന്നാലും അടുത്തൊരു വീഡിയോ നമുക്കൊരു അതിൻ്റെ അഭിപ്രായങ്ങളനുസരിച്ച് മാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് പ്രാവുകൾ വീഡിയോ മാത്രമേ ചെയ്യണം കേട്ടോ. അപ്പോൾ നാട്ടിലായതുകൊണ്ട് പ്രാവുകളെ വീഡിയോ, അപ്പോൾ നമ്മൾ വീട്ടിലായതുകൊണ്ട് പ്രാവുകളെ വീഡിയോ മാത്രമേ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്തൊരു പുറത്തുനിന്നുള്ള വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീഡിയോ വരുന്നതാണ്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ലോഫ്റ്റ് ഇതാട്ടോ. അപ്പോൾ കുറച്ച് പിന്നെ പ്രാവുകളെ മുട്ട, ഒരു 4 ജോഡി പ്രാവുകളെ മുട്ട നമ്മൾ മിസ്സായിട്ടുണ്ട്. നമുക്ക് ഈ കൂട്ടിൽ ഇപ്പോൾ മുട്ട മിസ്സായിട്ടോ. മുട്ട മിസ്സായതിന് ശേഷം എഗ്ഗിടാനേ കിടക്കുകയാണ്. ഇവിടുന്ന് കാക്ക കൊണ്ടുപോയതാട്ടോ. ഇങ്ങനെ അതിന് കൂട് ഇങ്ങനെ ആയിരുന്നു. പക്ഷേ ഇതിന് സാധനം കാക്ക കൊണ്ടുപോയി. അതിന് ശേഷം മുട്ടയിടാൻ വേണ്ടി പെൺപ്രാവ് ആൺപ്രാവ് ഇവിടെ നിൽക്കുന്നുണ്ട് മുട്ടയിടാൻ വേണ്ടിയിട്ട്. ഇതിൽ പിന്നെ 2 കുട്ടികളതുകൊണ്ട് കാഴ്ച കണ്ടിട്ടില്ല. അന്ന് അങ്ങനെ ടൈമിൽ പുറത്ത് പോയത് ഞങ്ങൾ ഇവിടെ ഇല്ലേന്ന്. ഇതേപോലത്തെ കുട്ടികളായിട്ട് എടുക്കുകയാണ്. അതുകൊണ്ട് മിസ്സായിട്ടില്ല. മുട്ട അങ്ങനെ കൊണ്ടുപോയി. ഇതിന് അപ്പുറത്തുനിന്ന് കൊണ്ടുപോയി. പിന്നെ ഇതുപോലെ ഈ കൂട്ടിന് കൊണ്ടുപോയി കേട്ടോ. ഇതിൽ തന്നെ മുട്ടയുടെ തോട് പൊട്ടിച്ചെടുക്കുന്നുണ്ടോ. ആ കാക്ക എന്ന് പറഞ്ഞാൽ വലിയ കാക്കച്ചീന്ന്, ഇവിടെ ആവണി ഭാഗത്ത് കാക്കച്ചീന്ന് പറയും. പക്ഷേ അതിന് വലിയ തരം കാക്കച്ചീനല്ല, ആ കാക്കച്ചീനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടിന് കൊണ്ടുപോയി 2, പിന്നെ 3 ഇതിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഈ കൂട്ടിൽ നിന്ന് കൊണ്ടുപോയി. പിന്നെ ഇതിൽ പിന്നെ കുട്ടികളാണ്. ഇതിവിടെ എഗ്ഗിടാനായി എഗ്ഗിടാനായിട്ടുണ്ട്. പിന്നെ പെടപ്രാവിൽ ഇരിക്കുന്നുണ്ട്. പെടപ്രാവ് ഇത് 2 പറവ. ഇതും പറവേന്, ഇതാണ് ഇത് പെണ്ണ്. അപ്പോൾ ഇതിനെ കൂടുതൽ സെറ്റാക്കണം. ഈ കൂട് സെറ്റാക്കണം. ഇത് പാവം പിന്നെ ആൺപ്രാവില്ലാതെ എഗ്ഗ് വെച്ചിരിക്കുക കേട്ടോ. ഇത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. മാഷാ അല്ലാഹ്. നമുക്ക് വന്നിട്ട് പ്രാവാണിത് പെട. ഇത് ആൺപ്രാവില്ലാതെ ജോഡിയായി ഏരിയത്തിൽ ജോഡിയായതിന് ശേഷം എഗ്ഗ് വെച്ചിരിക്കുക കേട്ടോ. ഒരാഴ്ചയോളായി. ഈ കൂടൊക്കെ സെറ്റാക്കണം. ഇതിലൊരു കുഞ്ഞുണ്ട്. ഈ കൂടും തന്നെ സെറ്റാക്കാണ്ട് കാക്ക വരാതിരിക്കാനുള്ള രൂപത്തിലുള്ള സെറ്റാക്കണം കേട്ടോ. ഇതൊക്കെ സെറ്റാക്കാനുള്ളതാണ്. ഈ കൂടൊക്കെ സെറ്റാക്കാനുള്ളതാണ്. അതായത് കാക്ക വരാതിരിക്കാൻ രൂപത്തിലുള്ള സെറ്റാക്കാനുള്ള പരിപാടിയാണ്. ഇതൊക്കെ കുട്ടി തീറ്റെടുക്കണുണ്ടോ. അതിൻ്റെ പെടൻ്റെ എഗ്ഗ് കൊണ്ടുപോയിട്ടുണ്ട് കാക്കച്ച്. നമുക്ക് ഇതുണ്ടോ, ഇത് ഇത് 2 എഗ്ഗ് ഇടാനേക്കുന്നു കേട്ടോ. ഇതിലാ സെൻറ്ററിലത്തെ പ്രാവ് എഗ്ഗ് ഇടാനേക്കുന്നു. ഇതാ ഈ മൈന എഗ്ഗ് ഇടാനേക്കുന്നു. അതിൻ്റെ ചേടാണ് വൈറ്റ്. നമ്മുടെ കാക്കയുടെ ശല്യം നല്ലതാണ്. അതിനെന്താണ് വഴിയെന്നില്ല നമ്മൾ അറിഞ്ഞ വീഡിയോ കാണണമെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നമുക്ക് നല്ല ശല്യമാണ്. ഇത് ചെറിയ കാക്കകളാണ്. വലിയ കാക്കേനെ എഗ്ഗ് കൊണ്ടുപോകുന്നത്. ഇത് എഗ്ഗ് ഇടാൻ വേണ്ടി കുള്ളിയും കൊണ്ടുപോകുന്നുണ്ട്. പറവപ്പെട്ട കുള്ളിയും ചുള്ളിയും കൊണ്ടുപോകുന്നുണ്ട്. ഇതിലൊരു ജോഡി എഗ്ഗ് ഇടാനേക്കിന്. ഇത് പെടയാണ്. ഇത് മൈന ഡബിൾ കണ്ണാണിത്. അതിന് ചേവൽ പറവ, ആ ഒരു വൈറ്റാണ്. അത് ഇത് 2 എഗ്ഗ് ഇടാനേക്കും കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ കൂടും സെറ്റാക്കണം. അതായത് കൂട് സെറ്റാക്കണം നമുക്ക് കാണിച്ചു കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അതായത് പ്രാവായാലും പൂച്ചയായാലും ഒന്നും അറ്റാക്ക് ഇല്ലാത്ത രൂപത്തിൽ, അതായത് കൂട്ടിക്കയറി അറ്റാക്ക് ചെയ്യാത്ത രൂപത്തിലുള്ള കൂടെ ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആ വീട്ടിലോട്ട് ഇനി പോകാം. അന്ന് വിട്ട വിത്തുകളൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏതൊക്കെ ഐറ്റംസ് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇതെന്തായാലും ചീര, മത്തനുണ്ട്, കുമ്പളങ്ങണ്ട്, ചിരങ്ങുണ്ട്. അന്ന് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. നമുക്ക് എനിക്ക് പറയാൻ കറക്റ്റ് അറിയണില്ല. ഏകദേശമൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം മുളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കൂട് വരുന്ന ഇങ്ങനെ കേട്ടോ. അതുകൊണ്ട് കാണിക്കുകയാണ്.
പ്രാവ് ഇതിനുള്ളിൽ കൂടി ഇങ്ങനെ പോകും. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പുണ്ട്, ഗ്യാപ്പിൻ്റെ കൂടി ഇങ്ങോട്ട് വരും, ഇതിനുള്ളിലേക്ക് വരും. വിത്തിന് ഒരു ജോഡിക്കുള്ള പ്രാവ്, ഒരു ജോഡിക്കുള്ളതാട്ടോ, ഒരു ജോഡിക്കുള്ള ആറാണത്. അപ്പോൾ ഇതിൽ ഒരു ജോഡിക്ക് പിന്നെ എഗ്ഗിട്ട് കുട്ടികളെ കൊണ്ടു കഴിഞ്ഞാൽ കാക്കച്ചോ അല്ലെങ്കിൽ പൂച്ച ഒന്നും ഇതിനുള്ളിൽ കൂടി വന്ന് കയറി കൊണ്ടുപോകാം. നമ്മൾ ഈ കൂട് തന്നെ വലിയ ഡോറാണല്ലോ, ഈ വലിയ ഓരോരോ ഡോറിൽ ഓപ്പൺ ആക്കിയിട്ടാണ് ഈ കാക്കച്ച് കൊണ്ടുപോയത്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഓരോരോ ജോഡിൻ്റെ, അതായത് ഇപ്പോൾ 4 ജോഡിൻ്റെ എഗ്ഗ് കൊണ്ടുപോയി. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ അങ്ങനെ കൊണ്ടുപോയി. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു പഴയ ഒരു ഐഡിയ ഉപയോഗിച്ചതാണ്. ഇനി നോക്കാം. അപ്പം ഇനി 2-3 കൂട് സെറ്റ് ആവേണ്ട കേട്ടോ, 2-3 കൂട് ഇനി സെറ്റ് ആവേണ്ട. ഇപ്പോൾ 3 കൂടായിട്ടുള്ളൂ. ഓരോരോ അറിയിൽ 2 കൂടിച്ച് വെക്കണം, അപ്പോഴേ നമ്മൾ തികയുള്ളൂ. നമ്മൾ കൂടെ തന്നെ ഒരു ഒറ്റ ഇതാണ്, അതായത് കമ്പിക്കൂട്. ഇതിൽ 2 ജോഡിക്കുള്ള ഇത് വെക്കണം. ഇപ്പോൾ ഒന്നിൻ്റെ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ 1 സെറ്റായി. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ പഴയ പ്രാവണിനുള്ളിൽ കിടക്കുന്നുണ്ട്. ഇതിനുള്ളിൽ ഒരു അരങ്ങ് കൂടി വെക്കണം, അപ്പോൾ 2 ജോഡിക്കുള്ളതാവും. അതുപോലെ ഇതിലും തന്നെ 2 കൂടി. ഇപ്പോൾ ഓൾറെഡി ഒന്നുള്ളൂ, ഇത് പഴയ കൂടാണ്. 2 ചെറിയ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഇതും തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പുതിയ കൂടാണ്. ഈ പ്രാവശ്യം ഇതിനുള്ളിൽ കൂടി പോകാൻ അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്താണ് കാക്കച്ചൊന്ന് കൊണ്ടുപോകാം ഉള്ളിലാകുമ്പോൾ. രണ്ടാമത്തെ പ്രാവശ്യം നമ്മളെ കാക്കച്ചൊക്കെ എഗ്ഗ് കൊണ്ടുപോകണം. ഇനിയിപ്പോൾ തന്നെ ഇത് ചെയ്യാണ്ട് ഇതുപോലെ ഇത് വേഗം ഒന്ന് എഗ്ഗ് ഇട്ടിക്കണം, ഇന്നലെ ഇട്ടിക്കണം. ഇതിലെ കുട്ടികളുണ്ട്, അപ്പോൾ ഇതിന് കൂട് വാങ്ങേണ്ട എഗ്ഗ് വരണം, എന്നാലേ മാറ്റി കാര്യമുള്ളൂ. ഇതിൽ നമ്മളെ ഇതൊക്കെ ഉണ്ടാവുക മറ്റേ പ്രാവാണത്, ചേവരില്ലാതെ എഗ്ഗ് ചെയ്തിരിക്കുന്ന പ്രാവ്. മാഷാള്ള ഒറ്റയ്ക്ക് പൊരുതിയാണ്, ഒറ്റയ്ക്ക് കൊണ്ടുനടക്കുന്നത്. അതേ രീതിയിൽ അഭിലാഷത്തോടെ ഇങ്ങനെ കൊണ്ടുനടക്കുകയാണ്. 2 മുട്ടയുണ്ട്, ഒരു മുട്ടയുടെ പുറത്ത് കാണുന്നു. വിരാനായിട്ട് ഇനി ഏകദേശം ഒരു 10 ദിവസം കൂടെ ഉണ്ടാവും. അതുപോലെ ഇതും തന്നെ ആ കൂട് സെറ്റാക്കണം. ഇതും തന്നെ ഇതേപോലത്തെ ഒരു ഓപ്പൺ ആയിട്ടുള്ള കൂടാണ്. അതിൻ്റെ തന്നെ എഗ്ഗ് ഇടാനായിരിക്കും മൈന നേരത്തെ കാണിച്ചു തന്നല്ലോ. ഇത് നമ്മളെ ഇത് എഗ്ഗ് ഇടാനായി കിടക്കുന്നത്. ഇത് പെട, ഇത് ചേവൽ, ഏകദേശം ഉള്ളി പിന്നെ ഇതൊക്കെ കൊണ്ടുപോയി മുട്ടയിടാനുള്ള ഇത് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്ത് കാണുക, വീഡിയോ ആപ്പിനെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു കിടിക്കാഴ്ച വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാം.